ഏതെങ്കിലും തരത്തിൽ സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ലാതെ കേരള കോൺഗ്രസ് UDF-നൊപ്പം അല്ല, UDF-ലേക്ക് പോവില്ല, LDF-നൊപ്പം തന്നെയാണ് എന്ന് ജോസ് കെ മാണി പറയുമ്പോഴും ഈ കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയാണ് അധികാരം, കേരള കോൺഗ്രസ് എവിടെയാണോ അവിടെയുള്ളവർ ഭരിക്കും എന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് പറയുന്നതിൽ വേണമെങ്കിൽ ദോഷകതൃക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയിക്കാനുള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നു. ടോബി, ഹാഷ്മി, കേരള കോൺഗ്രസുകളുടെ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ ഇതൊരു ക്ലൈമാക്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ആന്റി ക്ലൈമാക്സ് കൂടി ഉണ്ടാകാനുള്ള സാധ്യത കുറച്ചൊന്നുമല്ല. നമ്മൾ കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭരണത്തിലെ ആ ഫലം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. തങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ നേട്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പാലായിൽ 10 സീറ്റ് നിലനിർത്താൻ സാധിച്ചു, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ശക്തി തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസിന് കാര്യമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുടെ വാക്കുകളിലെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിക്കുള്ളിലുണ്ട്, അത് ഇല്ല എന്ന് അദ്ദേഹം എന്തായാലും നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെ ഈ വാർത്തകൾ വന്നത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-നൊപ്പം പോകണമോ LDF-ൽ നിൽക്കണോ എന്ന കാര്യത്തിൽ 2 അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെയും വ്യക്തമാക്കുന്നത്. എന്നാൽ അതിന് അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിലൊരു തീരുമാനം, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായെങ്കിലും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കും. ആ തീരുമാനമാണ് ഇപ്പോൾ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് വ്യത്യസ്ത അഭിപ്രായം ഉള്ളപ്പോഴും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ, പ്രതിസന്ധി ഉണ്ടാക്കാതെ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു നിലപാടിലേക്ക് ജോസ് കെ മാണി തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു. അത് വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MLA-മാർക്കിടയിൽ തന്നെ ഈ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ പറഞ്ഞു തീർത്തു. ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ജോസ് കെ മാണി സ്ഥിരീകരിക്കേണ്ട കാര്യമില്ല. ജോസ് കെ മാണിക്ക് ഇപ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം നേർക്കുനേർ മാധ്യമങ്ങൾക്ക് മുന്നിൽ 1+1 2 എന്ന സത്യം പോലെ സത്യം മാത്രം പറയും എന്ന് കരുതുക വയ്യല്ലോ. ജോസ് കെ മാണിക്ക് പറയാം, ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസം അക്കാര്യത്തിൽ LDF-നൊപ്പം നിൽക്കണമെന്ന് എല്ലാവരുടെ നിലപാട്. ആ പാർട്ടിക്കുള്ളിലുണ്ടായ ആ ഒരു അഭിപ്രായ വ്യത്യാസം ജോസ് കെ മാണി സ്ഥിരീകരിക്കുന്നത് എന്തിനാണ് ടോബി? തീർച്ചയായിട്ടും അത് ബാക്കി, അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു 2 മാസമെങ്കിലുമുണ്ട്. ആ സമയത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനിയും വരികയാണെങ്കിൽ അപ്പോൾ ഈ നിലപാടുകൾ പറയാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇട്ടുവെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ അതിനുവേണ്ടി, അതായത് ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നണി മാറ്റമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ടായിരിക്കാം ഒരുപക്ഷെ ജോസ് കെ മാണി ആ കാര്യം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ചേരാൻ പോകുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ കൂടുതൽ നേതാക്കൾ ആ കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യങ്ങൾ UDF-ലേക്ക് പോകണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നാൽ ഒരുപക്ഷെ ഈ നിലപാട് തന്നെ മാറ്റിപ്പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ ആർക്കൊപ്പം നിൽക്കണമെന്നുള്ളതിൽ ഏറ്റവും നിർണായകമാകുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. അതിനു മേളിൽ ഹൈപ്പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ പോലും സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനം വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ UDF അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. ജോസ് കെ മാണി പറഞ്ഞു വെച്ച ആ ഒരു കാര്യം, അതായത് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ 5 പേരെയും ഒപ്പം നിർത്തിയതുപോലെ ബാക്കിയുള്ളവരെ ഒപ്പം നിർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ ബാക്കിയാകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം. നേരത്തെ സഭയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സഭ കൂടുതൽ ഇടപെടുന്നത് താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ടാണ്. അപ്പോൾ താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ട് സഭ കൂടുതൽ അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ UDF-നൊപ്പം നിർത്താൻ ഇടപെടുകയാണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. എന്തായാലും നിലവിൽ LDF വിടില്ല എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് ജോസ് കെ മാണി വന്നു. അതിനുള്ള കാരണം, അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ പറയുന്ന നോക്ക് നമ്മൾ നേർക്കുന്നവർ അങ്ങനെയാണ് അതിനർത്ഥം എന്ന് കരുതരുത്. അതിനപ്പുറം ചില അർത്ഥങ്ങൾ പലപ്പോഴും ഉണ്ടെന്നുള്ളതാണ് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഈ പറയുന്ന അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി സ്ഥിരീകരിക്കുന്നത് അത് വെറുതെ ഉള്ള സ്ഥിരീകരണമല്ല. ഈ പറയുന്ന MLA-മാർ മാത്രമല്ല, MLA-മാർക്ക് മുകളിൽ അല്ലെങ്കിൽ MLA-മാർക്കൊപ്പം തന്നെ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അതിനൊക്കെ മുകളിൽ എത്ര സഭകൾ സമ്മർദ്ദം ചെലുത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അതിനൊക്കെ മുകളിൽ കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് അല്ലെങ്കിൽ പരമ്പരാഗത വോട്ട് ബേസ്, ബാങ്ക് എന്ന് പറയുന്നത് ശരിയല്ല, പരമ്പരാഗത വോട്ട് ബേസായ ഈ പറയുന്ന സമുദായ നേതൃത്വങ്ങളുണ്ട്. അവരോടൊക്കെ നിലപാടുണ്ട്.
നമുക്ക് കാത്തിരുന്ന് കാണാം എന്താവും സംഭവിക്കുന്നത് പറയാം. എന്തായാലും നിലവിൽ ആ ചർച്ചകൾ അവസാനിപ്പിക്കുന്ന ജോസ് കെ മാണി UDF-ലേക്കില്ല, LDF-ൽ അടിയുറച്ചു നിൽക്കും എന്ന് തന്നെയാണ് ജോസ് കെ മാണി അല്പസമയം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.